everyone, welcome back. ഒരുപാട് പേര് ബോട്ടിൽ പെയിൻറ്റിങ്സ് പല ടെക്നിക്ക് വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സെല്ലോ ടാപ്പ് വെച്ച് ചെയ്യുന്ന വീഡിയോസ് ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ടെക്നിക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു സെല്ലോ ടാപ്പിൻ്റെ പീസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ആ ബോട്ടിലിൻ്റെ അടിഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആ അടിഭാഗത്ത് നിന്ന് കുറച്ചും കൂടെ കയറ്റിയിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കറക്റ്റ് സർക്കിൾ ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അല്ലാതെ ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് സർക്കിൾ തന്നെ ആക്കിയെടുക്കുക. നേരത്തെ ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെ അടുത്ത സെല്ലോ ടാപ്പും ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പക്ഷേ ഈ ഗ്യാപ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഒട്ടിച്ച സെല്ലോ ടാപ്പിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കണം അടുത്ത സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുമ്പോഴുള്ള ഗ്യാപ്പ്. ഇപ്പോൾ ആദ്യം ഒരു 2 സെൻറ്റിമീറ്റർ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 1.5 സെൻറ്റിമീറ്റർ എടുക്കുക, അതിനുശേഷം 1, പിന്നെ 0.5, അങ്ങനെ ഗ്യാപ്പ് കുറച്ചിട്ട് വേണം മുകളിലേക്കായിട്ട് നമുക്ക് ആ സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതാട്ടോ ലാസ്റ്റായിട്ട് ഒട്ടിക്കുന്ന സെല്ലോ ടാപ്പ്. അതിൻ്റെ ഗ്യാപ്പ് വളരെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 0.2 എന്നൊക്കെ പറയാൻ പറ്റും. അത്രയും ഒരു ഗ്യാപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനൊരു വൈറ്റും പിന്നെ ഒരു മജന്ത കളറുമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അടിയിലേക്ക് വൈറ്റ് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ പതുക്കെ ലൈറ്റ് ഷെയ്ഡായിട്ട് മജന്ത കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ കോട്ടൊന്നും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സെല്ലോ ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് കാണുമൊന്നുമില്ല. പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഗ്യാപ്പ് മനസ്സിലാവുന്നത്. അപ്പോൾ കൂടുതൽ പെയിൻറ്റ് എല്ലായിടത്തും അങ്ങോട്ട് അപ്ലൈ ചെയ്യാതെ കറക്റ്റ് ആ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു കോട്ടിലൊന്നും അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ രണ്ടാമത്തെ കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്നെസ്സും വരും, അതുപോലെ തന്നെ ഗ്യാപ്പ് ഒന്ന് ഫില്ലായി കിട്ടുകയും ചെയ്യും. ഞാനിതിലേക്ക് 2 കോട്ട് പെയിൻറ്റാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെല്ലോ ടാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കത്തിയോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ കത്രിക വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് സെല്ലോ ടാപ്പിൻ്റെ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വളരെ പതുക്കെ തന്നെ നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഓരോ സെല്ലോ ടാപ്പ് റിമൂവ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ ഇത് വളരെ ചിലവ് കുറഞ്ഞൊരു പരിപാടിയാണ്. ഒരുപാട് പെയിൻറ്റിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാട്ടോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. വളരെ സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വീട്ടിലൊക്കെ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.